എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു അലാറത്തിന്റെ ബെല്ലൊക്കെ കേട്ട് നമ്മുടെ ചെക്കൻ അവൻ പതിയെ എഴുന്നേക്കാണ്. അതിനുശേഷം അവൻ പുറത്തേക്ക് നോക്കും. നമ്മുടെ ചെക്കൻ ഹീറോയ്ക്ക് ഇപ്പൊ അവിടെ കുറേശ്ശൊക്കെ ഇഷ്ടമായി തുടങ്ങിയിരിക്കുകയാണ്. അവൻ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ ഗ്രാൻഡ് പേ ഒത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരും. ഗ്രാൻഡ് പേ ഒരുപാട് സന്തോഷത്തിൽ അവന് വിഷ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അസിസ്റ്റന്റ് ചേച്ചി അവന് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സും ഫുഡും ഒക്കെ തന്നെ ഒന്നൊന്നായിട്ട് അവന്റെ മുൻപിൽ സെർവ് ചെയ്ത് വെക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പൊ നമ്മുടെ ഹീറോ അവൻ ഒരുപാട് ആവേശത്തിൽ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അവനെ കാത്ത് അവന്റെ ഫ്രണ്ടായിട്ടുള്ള ആസും പച്ചമുടി പെണ്ണും അവർ രണ്ടുപേരും ഗേറ്റിന് മുൻപിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് ഓടി വന്ന് ഹീറോ ഹാപ്പി ആയിട്ട് ഇപ്പൊ സ്കൂളിനെ ലക്ഷ്യമാക്കി നടക്കും. പച്ചമുടി പെണ്ണിനും ആസിനും ഇപ്പോ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ നടക്കുന്നോണ്ടല്ലേ നിങ്ങളുടെ കാലിന് ഇത്രയും പവർ. നിങ്ങളുടെ കൂടെ നടന്ന് നടന്ന് ഇപ്പൊ ഞങ്ങളും ഭയങ്കരമായിട്ട് പവറായെന്ന് പറഞ്ഞ് പച്ചമുടി പെണ്ണും ആസും അവർ രണ്ടുപേരും ഇപ്പോ ഒരു ഓട്ട മത്സരം വെക്കുകയാണ്. ആസും ഇവളുമാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാടി ആ സ്കൂളിന്റെ തൊട്ടടുത്തെത്തും. അപ്പോഴായിരിക്കും ആസിന്റെ തൊട്ട് മുൻപിൽ ഒരു പെൺകുട്ടി. ആസാണെങ്കിൽ ഓടി ഓടി അവളുടെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും നൈസായിട്ട് അവളെ പിടിച്ചു മാറ്റി ഒരു സൈഡിൽ നിർത്തും. അതിനുശേഷം അവളോട് ചോദിക്കും, ഓ ഗോഡ്, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിനവളും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാർ ക്ലാസ്സിലേക്ക് വരികയാണ്. കാലിക്കോ ടീച്ചർ പറയും, ഇന്ന് നിങ്ങളുടെ റെഗുലർ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഉണ്ടാവില്ല. അതിനു പകരം മറ്റൊരു ടീച്ചറായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. സോ ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് പറഞ്ഞ് പുതിയ ടീച്ചറിന് ആസ് ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പൊ കാലിക്കോ കടന്നു പോവാണ്. അപ്പൊ ചില ബിരുദന്മാര് അവരിപ്പോഴും ഉറുമ പെണ്ണിന്റെ തൊട്ട് പുറകിലിരുന്ന് അവളുടെ വീഡിയോ ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. അവരവളെ കമന്റ് അടിക്കുന്നൊക്കെ കേട്ട് അവൾ ഒരുപാട് സന്തോഷത്തിലിരിക്കും. അതേസമയം അവളുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹീറോയെ കുറിച്ചും അവർ സംസാരിക്കാൻ തുടങ്ങും. അവൾക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവളുടെ മനസ്സിൽ അങ്ങനെ ദേഷ്യം കൂടി കൂടി വരും. ഇവരുടെ സംസാരമൊക്കെ കേട്ട് ടീച്ചർക്ക് നല്ല രീതിയിൽ ദേഷ്യം കയറി വരും. ടീച്ചറാണെങ്കിൽ അവരുടെ മാജിക് പവർ ഉപയോഗിച്ച് ആ ചെക്കന്മാരെ എല്ലാവരെയും തവളയാക്കി മാറ്റും. അവരെ ഗേൾസ് കയ്യിലെടുക്കേണ്ട താമസം അവർ വീണ്ടും പഴയതുപോലെ നോർമലാവും. ടീച്ചർ ചൂണ്ടിക്കാണിക്കും, ഇതാണ് ട്രാൻസ്ഫോർമേഷൻ മാജിക്. നിങ്ങൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. അതേസമയം ഹീറോ ആണെങ്കിൽ ഇപ്പോ കുറുമയോട് പറയും, എല്ലാവരും ഇപ്പൊ നിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് പറയണേ. ഫാൻസ് ലെവൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനവള് പറയും, പ്ലീസ് ക്ലാസ്സിൽ വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എന്തായാലും താങ്ക് യു വെരി മച്ച്. പച്ചമുടി പെണ്ണിനും ആസിനും ഒന്നും മനസ്സിലാവില്ല. കാരണം കുറുമ അവളാണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അറിയില്ല. ആസാണെങ്കിൽ ഇപ്പൊ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോവും. ജിമ്മൻ അവൻ എപ്പോഴത്തേതും പോലെ വമ്പൻ ആക്ഷനും മാജിക് പവറൊക്കെ കാണിച്ച് ഫ്യൂച്ചർ ഡീമൺ കിങ് അത് ഞാൻ തന്നെയാണെന്ന് പറയും. ഹീറോ ക്ലാസ് അവസാനിച്ചതിന് ശേഷം ആവരിയുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ അത് മുഴുവനായിട്ടും വായിച്ചു കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യും. ആവരിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ. സ്റ്റേജിൽ കണ്ട ആ നീല ഉടുപ്പിട്ട പെൺകുട്ടി അത് ഇവൻ തന്നെ ആയിരിക്കോ? ഇവനൊരു ഹ്യൂമൺ ആയതുകൊണ്ട് തന്നെ ഇവന്റെ റിലേറ്റീവ്സോ സിബ്ലിങ്സോ ഒന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കും ആ ഗേൾ വേഷത്തിൽ സ്റ്റേജിൽ കിടന്ന് ഡാൻസ് ചെയ്തത്. അവൾ ഹീറോയോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കാര്യം എന്നോട് തുറന്നു പറയാനുണ്ടോ? നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നിനക്ക് തുറന്നു പറയാം. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷെ ചോദിക്കാനുണ്ട്. ആ ചോക്ലേറ്റ് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൾ ആ ചോക്ലേറ്റ് എടുത്ത് ഹീറോയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അടുത്ത സെക്കൻഡ് അവളുടെ കയ്യിൽ ഒരു സ്പാർക്ക് അടിക്കുകയാണ്. ആ സ്പാർക്കൊക്കെ അടിച്ച് അവൾ തരിച്ചു നിൽക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ ബാഗൊക്കെ എടുത്ത് തിരികെ വീട്ടിലേക്ക് വരും. ഹീറോയ്ക്ക് ഇപ്പോ ഈ ഒരു ഡീമൺ വേൾഡ് അത് ഒരുപാട് ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. അവൻ ഹ്യൂമൻ വേൾഡിൽ ജീവിച്ചതിന് കഴിഞ്ഞും ഒരുപാട് സന്തോഷത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഹ്യൂമൻ വേൾഡിൽ അവന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഫിഷ് ബോർഡിലായിരുന്നു അവൻ അത്രയും കാലവും വർക്ക് ചെയ്തിരുന്നത്. ഗ്രാൻഡ് പേ ആണ് എനിക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്ന് എന്റെ സന്തോഷം അതെനിക്ക് തിരികെ തന്നത്. പക്ഷെ ഞാനിപ്പോൾ ജീവിക്കുന്നത് വളരെ ടെൻഷൻ ഏറിയ ഒരു സ്ഥലത്തുകൂടെയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഹ്യൂമൺ ആണെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് ഉറപ്പായാലും തൽക്ഷണം അവരെന്നെ കൊന്നു തിന്നുമെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് നടന്നു വരും. ഹീറോയുടെ വിഷമമൊക്കെ കണ്ട് ആസിനും പച്ചമുടി പെണ്ണിനും അവർക്കും ഇപ്പൊ ടെൻഷനാവും. നമ്മുടെ ഹീറോയെ സന്തോഷിപ്പിക്കാൻ ആസും പച്ചമുടി പെണ്ണും അവരാണെങ്കിൽ ഇപ്പോ ആ കഫറ്റീരിയയിലുള്ള സാധനങ്ങൾ മുഴുവൻ വാങ്ങുകയാണ്. ആസിന്റെ പ്ലാറ്റിനം കാർഡ് ഉപയോഗിച്ച് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും അവർ ഞൊടിയിടയിൽ തയ്യാറാക്കും. ഡോറയാണെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേക റെസിപ്പി നമ്മുടെ ആസിന് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ഡിഷ് അവൻ ഉണ്ടാക്കി കൊടുത്താലോ? ആസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഡിഷ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷെ അത് അവളോട് പറയാൻ അവന് നാണക്കേട് തോന്നും. കാരണം ആസ് ഒരു റോയൽ ഫാമിലിയിലെ മെമ്പറാണ്. സോ അവൻ ഇതുപോലുള്ള ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് അത് കഴിച്ചിട്ടില്ല എന്ന് അവളോട് പറഞ്ഞാൽ അവന് വലിയ അപമാനാവും. അവനാണെങ്കിൽ ആ റെസിപ്പീസ് വായിക്കും. പക്ഷെ അപ്പോഴും അവനൊരു ഐഡിയയും കിട്ടില്ല. അവനത് എന്തൊക്കെയായിരിക്കും എന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കും. ആസ് ആണെങ്കിൽ ഒരു വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചോക്ലേറ്റ് കട്ട് ചെയ്ത് പച്ചമുടി പെണ്ണിന് കൊടുക്കും. ആസ്, നീ എന്തായി എടുത്ത് തരണേ?
ഫ്രൈഡ് ചിക്കൻ ആണ്, അല്ലാതെ ചോക്ലേറ്റ് അല്ല ഇതിൽ വേണ്ടത്. അത് കേട്ട് ആസിന് വീണ്ടും സാഡാവും. ഇതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഫ്രൈഡ് ചിക്കൻ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാനിത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ആസ് ഇപ്പൊ വീണ്ടും അത് റെഡിയാക്കി കൊടുക്കാൻ തയ്യാറാവും. പെണ്ണാണെങ്കിൽ നിർത്താതെ ഇപ്പൊ ആസിനെ കളിയാക്കാണ്. അതിന് ആസ് അവൻ ദേഷ്യപ്പെട്ട് 150 പറഞ്ഞ് 100 പറഞ്ഞ് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടയടി ബഹളം. അടിക്കല്ല ഒടുവില് അവരൊരു തീരുമാനത്തിലെത്തും. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും വീട്ടിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം. ആരുടെ ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നാളെ അത് ഹീറോ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്ന് ഒരുപാട് വാശിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്യാണ്. ക്ലാരയ്ക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഒരുപക്ഷെ അവളെ കഴിഞ്ഞ് മികച്ച രീതിയിൽ ആസ് ഫുഡ് ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ അമ്മയുടെ ഹെൽപ്പൊക്കെ തേടി നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവളുടെ അമ്മ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഉണ്ടാക്കുന്ന ഫുഡിന്റെ കൂടെ നമ്മുടെ സ്നേഹം കൂടെ അതിൽ ചേർക്കണം, അപ്പം നിന്റെ ഫുഡ് അത് വേറെ ലെവലായിരിക്കും എന്ന് പറഞ്ഞ് അവളും അമ്മയും അവളുടെ സിബ്ലിങ്സും എല്ലാവരും പാട്ടൊക്കെ പാടി ഒരുപാട് സ്നേഹത്തിലും സന്തോഷത്തിലും ഫുഡൊക്കെ ആടിപ്പാടി ക്രിയേറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആസ് അവനവന്റെ സെർവൻസിനൊക്കെ ഉപയോഗിച്ച് ഒത്തിരി തരത്തിലുള്ള റോയൽ ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവന് മതിയാവില്ല. ക്ലാര അവൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായി ട്രിക്കിയായിട്ട് വളരെ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും, അതിനെനിക്ക് കടത്തി വെട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും. അവന്റെ ടെൻഷനൊക്കെ കണ്ട് അവന്റെ അസിസ്റ്റന്റ് ഡീമൺ വേൾഡിലുള്ള റെയർ ആയിട്ടുള്ള ഒരു ഫിഷ് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഈ ഫിഷ് അത്ര പെട്ടെന്നൊന്നും ആർക്കും കിട്ടില്ല, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഇത് ഉപയോഗിച്ച് നീ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കാൻ പറ്റും. അസിനാണെങ്കിൽ ഫിഷ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ഇതിന്റെ സ്മെല്ല് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ കുഴപ്പമില്ല, എന്റെ മാസ്റ്ററിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഇത് ചെയ്യൂന്ന് പറഞ്ഞ് അവൻ വെളുക്കുന്നത് വരെ ഇപ്പൊ ഫിഷൊക്കെ വെച്ച് കുക്ക് ചെയ്ത് എല്ലാ ഡിഷും റെഡിയാക്കും. നെക്സ്റ്റ് ഡേ അവർ രണ്ടുപേരും കാത്തിരുന്നത് പോലെ ഹീറോ അവിടേക്ക് വന്ന് ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അവൻ ആദ്യമായിട്ട് ക്ലാരയുടെ ഫുഡ് എടുത്ത് കഴിക്കും. ക്ലാരയുടെയും ആസിന്റെ ഹാർട്ട് ബീറ്റ് അതിപ്പോ കൂടി വരികയാണ്. ഹീറോ പറയും, ഇത് അടിപൊളിയായിട്ടുണ്ട്. ക്ലാരയ്ക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമാവും. ആസിനാണെങ്കിൽ അത് കേട്ട് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വരും. അടുത്തതായിട്ട് ഇപ്പോ ആസിന്റെ ഫുഡ് ടേസ്റ്റ് ചെയ്യും. വാവ്, ഇതും സൂപ്പറാണ്. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ ഹീറോയെ റൗണ്ട് ചെയ്ത്, നിങ്ങൾ സാഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ചാണ് ഇത് ഉണ്ടാക്കിയത്, സോ ഞങ്ങളുടെ ഈ ഫുഡിൽ ആരുടെ ഫുഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നീ പറയണം. അവർ രണ്ടുപേരും അവരുണ്ടാക്കിയ ഫുഡുകൾ മാറി മാറി ഇപ്പോ ഹീറോയുടെ വായിലേക്ക് തള്ളിക്കയറ്റും. അവനാണെങ്കിൽ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുറെ കൂടെ സൂപ്പർ ടേസ്റ്റ് ഫീൽ ചെയ്യും. ഫ്രണ്ട്സ്, ആക്ച്വലി ഈ രണ്ട് ഫുഡും കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടെയും ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കും. അത് കഴിക്കുമ്പോൾ ഹീറോ പറഞ്ഞത് ശരിയാണെന്ന് അവർക്കും തോന്നും. അവർ രണ്ടുപേരും പരസ്പരം ആക്സെപ്റ്റ് ചെയ്ത് പ്രോബ്ലം കോംപ്രമൈസ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും അവർ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ആവുകയാണ്. ഹീറോ പുറത്തേക്ക് നോക്കും. അവൻ കൊണ്ടുവന്ന ആ ഒരു ട്രീ അതങ്ങനെ പൂത്തൊലഞ്ഞ് മഞ്ഞൊക്കെ വീണ് അങ്ങനെ നിൽക്കുകയാണ്. അവൻ അതിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവന്റെ ഫ്രണ്ട്സുമായി പുറത്തേക്ക് നടന്നു പോകും. അവൻ ഏറ്റവും വലിയ സന്തോഷം ഇതുപോലെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയതാണ്. സോ അവരുമായിട്ടുണ്ടായിരുന്ന ആ ഗുഡ് മൊമെന്റ്സ് എല്ലാം ഒരു സെക്കൻഡ് ഒരു പാട്ടിന്റെ രൂപത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രാൻഡ് പേ ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോ ഉറക്കം എഴുന്നേറ്റ് ഇപ്പൊ ഗ്രാൻഡ് പേ നോക്കി പല്ലെറുമി. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്ര നേരത്തെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും ചോദിച്ച് ഗ്രാൻഡ് പേയോട് ദേഷ്യപ്പെടും. അത് കേട്ട് ഗ്രാൻഡ് പേ ഷോക്കായി ആ കപ്പും ഗ്ലാസും ഒക്കെ താഴെ വീണ് പൊട്ടുന്നതോടു കൂടെ ഈ ഒരു ഫസ്റ്റ് സീസൺ ഇവിടെ അവസാനിക്കുന്നു.